ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിതാ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു സൺഡേ വ്ളോഗുമായിട്ട്. ഇന്ന് ഞങ്ങളുടെ ഒരു തിരക്ക് പിടിച്ച സൺഡേ ആട്ടോ. ഇന്ന് മൊത്തം പരിപാടികളാണ്, ഒരു ഒഴിവില്ലാത്തൊരു സൺഡേ ആണ്. അപ്പം രാവിലെ ഞങ്ങൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളിപ്പോൾ ഇറങ്ങിയതാണ്. ഇന്ന് 2-3 പരിപാടികളുണ്ട്. അപ്പം രാവിലെ തന്നെ ഇപ്പം പോകുന്നത് എൻ്റെ ഉമ്മമ്മൻ്റെ വീട്ടിലേക്കാണ്. ഉമ്മമ്മ കുറേ ആയി മോളെ കണ്ടിട്ട് എന്നുള്ളൊരു പരാതി പറഞ്ഞപ്പോൾ നമ്മൾ പോയതേനു. അങ്ങനെ ഉമ്മമ്മൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മളൊരു 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ടേനു. അപ്പോൾ തന്നെ ഉമ്മമ്മ ഞങ്ങൾക്ക് ചായയൊക്കെ തന്നു. കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ, കാരണം കുറച്ചായിരുന്നു കണ്ടിട്ട്. അപ്പോൾ മോളൊക്കെ കളിപ്പിച്ച് ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞതിൻ്റെ ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടുന്ന് പിന്നെ നമ്മൾ ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് കാക്കൻ്റെ വീട്ടിലേക്കാണ്. വൈകുന്നേരം നമുക്കൊരു ഫംഗ്ഷൻ ഉള്ളതിനോണ്ട് ഉച്ചക്കത്തേക്ക് തന്നെ ഉമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മമ്മനോട് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആട്ടോ ഉമ്മമ്മൻ്റെ അങ്ങോട്ട് പോയാൽ. അവിടെ ഇത് മാത്രം ഇരിങ്ങല്ലൂർ ആ ഭാഗത്താണ് കേട്ടോ ഉമ്മമ്മൻ്റെ വീട്. അങ്ങനെ അവിടുന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഇക്കാക്കൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ഉമ്മയും ഉപ്പയാണുള്ളത്. പിന്നെ കാക്കൻ്റെ സിസ്റ്റർ വേറെ വീട്ടിലാണ്. പിന്നെ അനിയൻ്റെ വൈഫ് കോളേജിൽ പോയതായിരുന്നു ആ സമയം. അങ്ങനെ അയറിന് നമ്മൾ ചോറൊക്കെ കൊടുത്തതിന് ശേഷം അവൾ കോളേജിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു ഫുഡ് കഴിച്ചത്. അപ്പോൾ ദാ ഇപ്പം ഇക്കാക്കയൊക്കെ ഫോണിലൊക്കെ കളിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവളെ വെയിറ്റ് ചെയ്യണം കേട്ടോ ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന് പരിപാടി ഉള്ളത് വൈകുന്നേരം ഒരു ഫാമിലി മീറ്റാണ്. അതിവിടെ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ടാണ്. കാക്കൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഫുഡ് അടി കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എല്ലാവരും ഒരു വൈകുന്നേരം 4 മണി 4:30 ആകുമ്പോൾ അങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ അതിനായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഉറങ്ങുന്ന പോലെ അഭിനയിക്കാം കേട്ടോ. പിന്നെ ഇക്കാക്കൻ്റെ സിസ്റ്ററും മക്കളൊക്കെ വന്ന് ഞങ്ങളിവിടുന്ന് ഒരുമിച്ച് എല്ലാവരും പോകാമെന്ന് കരുതി ഞങ്ങളെല്ലാവരും മാറ്റി നേരിട്ട് ബീച്ചിലേക്കാണ് പോയത്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് പറയണ്ടല്ലോ, നല്ല തിരക്കാണ് ബീച്ചിൽ. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ഒത്തുകൂടാൻ പറ്റിയൊരു സ്ഥലം ബീച്ചായതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ 3 വണ്ടിയിലായിട്ട് എല്ലാവരും ബീച്ചിലേക്ക് എത്തി. ഇക്കാക്കക്ക് വേറൊരു പരിപാടി ഉള്ളതിനോണ്ട് ഇക്കാക്ക എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണുണ്ടായത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങിയതിൻ്റെ ശേഷം കുറേ നടന്ന് എല്ലാവരും ഒരു ഏരിയ പറഞ്ഞത് ഓപ്പൺ സ്റ്റേജിൻ്റെ അവിടെ ആയിരുന്നു. അങ്ങനെ അവിടേക്ക് എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ ഫാമിലി ആയതുകൊണ്ട് കുറച്ചധികം ആൾക്കാർ എത്തി ചേരേണ്ടതുണ്ട്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളെല്ലാരും കൂടി എവിടേക്കാ വന്നത് ഗായ്സ്? പറയൂ. നമ്മളെല്ലാരും ഫാമിലി മീറ്റിന് വന്നതാണ് ഗായ്സ്. എല്ലാരും ഉണ്ട്. അതെ, ഇവിടെ തോനെ വെള്ളമുണ്ട് ഗായ്സ്. അങ്ങനെ കാക്കൻ്റെ കസിൻസിൻ്റെ വ്ളോഗ് എടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഇനിയും ആൾക്കാർ എത്താനുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ എത്തിയവരൊക്കെ ഒരുമിച്ച് ഫോട്ടോ എടുത്തു. ഫാമിലി മീറ്റപ്പിന് വന്നതാണ് ഗൈസ്. നമ്മളവിടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ പരിപാടി ഇതാണല്ലോ, ഫോട്ടോ എടുക്കൽ. അതൊക്കെ അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും കസിൻസും എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് വാങ്ങി കഴിക്കുന്നുണ്ട്. ഉപ്പിലിട്ടതും ബീച്ചിൽ പോയാൽ മെയിനായിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ ആണല്ലോ, ഫുഡ് അടി. അപ്പം അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരും വീഡിയോ എടുത്ത് മാക്സിമം എല്ലാവരും ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പം വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ സൺഡേയും കുറച്ച് ആൾക്കാർ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഒരുവിധം ഫാമിലി മൊത്തമായിട്ട് തന്നെ ഉണ്ട്. എല്ലാവരും ഉപ്പമാരും മൂത്തപ്പന്മാരും മാമന്മാരും അങ്ങനെ എല്ലാവരും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓരോ വീഡിയോ ഒക്കെ എടുക്കാനുള്ള പ്രാക്ടീസിലൊക്കെ ആണ് എല്ലാവരും. പിന്നെ കുറേ നേരം വർത്തമാനം പറഞ്ഞ് അവസാനം രാത്രി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് അയറിമോളൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓക്കെ ആയതിന് ശേഷം ആൾ കുറച്ച് നേരം മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഇതിന് മണ്ണിൽ കളിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അപ്പോൾ ആ വാശിയിലാണ് അവിടെ ഇൻ്റർലോക്കിൽ വീണത്.
പിന്നെ കുറച്ച് മുഖത്തിനും മൂക്കിനൊക്കെ സ്ക്രാച്ച് ഇട്ടിട്ടുണ്ട്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും അവിടുന്ന് നേരെ ജാത്തറിലേക്കാണ് പോയത് ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ ഇത്രയും ഒരു 65-70 ആൾക്കാരുണ്ടായിരുന്നു, കുട്ടികളടക്കം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ജാത്തറേനും അവിടെ തൊട്ടടുത്തുള്ള, അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേന് അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കുറച്ച് ഇക്കാക്കേൻ്റെ കസിൻസിൻ്റെ ചെറിയ കുട്ടികളുണ്ട് കുറേ, അവരുടെ കുറച്ച് വ്ളോഗ് എടുപ്പുകളാണ്. നമ്മളിന്ന് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി അപ്പം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫുഡ് നമ്മൾ ഇവിടെ മെനു ഇപ്പോൾ കണ്ടേ എല്ലാവരും വലിച്ചെറിയാണ്. അല്ല നമ്മൾ കഴിക്കാമെന്ന് വെച്ചാൽ മെനു ഇപ്പോൾ കണ്ടേ മെനുക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഇവിടേക്ക് വരാൻ ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ കാണുന്ന 99% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കാണിച്ച ഫാമിലി മുഴുവനായിട്ട് വന്ന് നമ്മളിവിടെ ജാത്തറിലാണ്, ഇവിടെ ഫുഡ് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ജാത്തറിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ കുറച്ച് പേര് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു ഫുഡ് കഴിക്കാൻ. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്, സോ നമ്മളെല്ലാവരും കസിൻസാണ്. അപ്പോൾ കുറേ നേരം നമ്മൾ ഫുഡ് വേണ്ടി വെയിറ്റ് ചെയ്യണം. കുറച്ച് കുറേ ആൾക്കാരുണ്ട്, ഫുൾ ഫാമിലി ഉണ്ട്. അപ്പോൾ ആൾക്കാർ പിന്നെ ഭയങ്കര ക്രൗഡും ആയിട്ട് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആണ്. നമ്മൾ കീപ് വെയിറ്റിംഗ് ആണ് ഫുഡിന് വേണ്ടിയിട്ട്. അപ്പം ഇവിടെ എല്ലാവരും ഭയങ്കര ഇതാണ്, കാരണം കുറേ നേരമല്ലോ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും ഭയങ്കര ഇതായിട്ടുണ്ട്, കാരണം കുറേ നേരം വെയിറ്റ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളോടൊക്കെ നല്ല അടിപൊളി ആളുകൾ ആണ്. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ ഒരു റിവ്യൂ ഒക്കെ നമ്മൾ ഫുഡ് കഴിച്ചായിട്ട് പറയാം. അങ്ങനെ ഒരുവിധം എല്ലാവരും വ്ളോഗ് എടുക്കലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. എല്ലാവരും മാറി മാറി വീഡിയോസ് എടുക്കുന്നുണ്ട്. കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ എഡിറ്റ് ചെയ്ത് കുറച്ച് ആക്കിയതാണ്. അത്രയും വീഡിയോസ് ഉണ്ടായിരുന്നു അവരെ ഓൺ വോയിസിലെടുത്തത്. പക്ഷേ ചുറ്റുമുള്ള ക്രൗഡ് കൊണ്ട് അങ്ങനെ വോയിസ് ക്ലിയർ അല്ലേനു, അതുകൊണ്ട് കുറേ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഇതായിരുന്നു ഞങ്ങളുടെ ഒരു തിരക്ക് പിടിച്ച ഒരു സൺഡേ, ഫാമിലിയോടൊപ്പം ഉള്ള ഒരു നല്ലൊരു അടിപൊളി സൺഡേ. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇറങ്ങിയപ്പോൾ നല്ല മഴ ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ബൈക്കിലായതുകൊണ്ട് കയറി നിന്നിട്ടുണ്ടായിരുന്നു മഴയത്ത്. പക്ഷേ നല്ല മഴയായിരുന്നു. അതൊന്ന് ലേശം കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോയത്. അങ്ങനെ ഞാനും ഉമ്മയും മക്കളും ഓട്ടോയിലാണ് പോയത് മഴ ആയതുകൊണ്ട്. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ചെറിയ വലിയ കുടുംബം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് ഇനിയും കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.